ഇന്നലെ എന്തായിരുന്നു കോതമംഗലത്ത് സംഭവിച്ചത്? അതെന്തിനായിരുന്നു അങ്ങനെ ഒരു സമരാഭാസം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത് എന്ന് ചോദിച്ചാൽ കോതമംഗലത്തെ കോൺഗ്രസ്സുകാർ തന്നെ വായ പൊളിച്ച് കണ്ണും വീഴ്ച മുകളിലോട്ട് നോക്കി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്നും ഷമി പ്രഭാകർ വിലയിരുത്തലുമായുണ്ട് കോതമംഗലത്തെ ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച്. ഇടുക്കി നേര്യമംഗലത്ത് കഴിഞ്ഞ ദിവസം ഇന്ദിര എന്ന് പറയുന്ന ഒരു വയോധികയെ ആന ആക്രമിക്കുന്നു. കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഈ അമ്മയെ കോതമംഗലത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ അമ്മയുടെ ജീവൻ നഷ്ടമാകുന്നു. അപ്പോൾ ഒരു സംഭവം ഉണ്ടാകുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രം കഴിയുന്ന ഒരു സാഹചര്യമാണ്. അപ്പോഴാണ് അവിടേക്ക് ഒരു പറ്റം കോൺഗ്രസ് നേതാക്കൾ ഒരു MLA യുടെ നേതൃത്വത്തിൽ, ഒരു DCC പ്രസിഡൻറ്റിൻ്റെ നേതൃത്വത്തിൽ പാഞ്ഞു വരികയാണ് ആശുപത്രിയിലേക്ക്. കണ്ടു നിന്നവരെല്ലാം വിചാരിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ ഈ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി വന്നിട്ടുള്ളതായിരിക്കാം എന്ന്. അപ്പോൾ അവർ വരികയാണ്, നേരെ ഈ ബോഡി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ഇപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങാൻ പോവുകയാണ്. ഈ പോലീസിനെ എല്ലാം തള്ളി മാറ്റുകയാണ്. പോലീസിനെ എല്ലാം ബലം പ്രയോഗിച്ച് തള്ളി മാറ്റും. പോലീസിന് പോലും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പോഴത്തേക്ക് ഇവർ ഈ സ്ട്രക്ചറിൽ കിടത്തിയിരിക്കുന്ന ഈ ഡെഡ് ബോഡി ഈ കോൺഗ്രസ്സുകാർ, മാത്യു കൊള്ളനാടന്, മുഹമ്മദ് ഷിയാസ് DCC പ്രസിഡന്റ്, പിന്നെ പ്രാദേശികമായ നേതാക്കന്മാർ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഈ സ്ട്രക്ചറിൽ ഈ ബോഡി ഇങ്ങനെ തള്ളി റോഡിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ടൊരു പ്രകടനമായിട്ട് സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഒരു പ്രകടനമായി ഇവരിങ്ങനെ നീങ്ങുകയാണ് വലിയ ആമോദത്തോടെ, ഒരു ഡെഡ് ബോഡി മുമ്പിൽ നിർത്തിക്കൊണ്ട്. UDFിൻ്റെ ആളുകൾ, നേതാക്കന്മാർ വന്ന് കോതമംഗലം ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് ബലമായിട്ട് എടുത്തുണ്ട്. അപ്പം ഞാൻ ആ സമയത്ത് വരുന്നുണ്ടായിരുന്നുള്ളൂ. ഞാൻ കൊന്നത്തടിയിലായിരുന്നു ആ സീന്. കൊന്നത്തടിയിൽ നിന്ന് ഞാൻ ശരിക്കും സംഭവം അറിഞ്ഞ് സ്കൂട്ടിക്കാണ് വന്നത്. അത്രയും സീരിയസ് ഒരു ഇതറിഞ്ഞില്ല. സ്കൂട്ടിക്ക് വന്ന് ഞാൻ സ്കൂട്ടി അവിടെ വെച്ച് ചെല്ലുമ്പോൾ ഈ ബോഡി കൊണ്ടുപോകുന്ന കണ്ട് ഞാൻ അതിൻ്റെ ഒപ്പം പോവുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ സംഭവം എന്നാന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ആളിയനും പെങ്ങളുടെ മോളും പെങ്ങളുടെ മോനും സമ്മതിച്ചിട്ടാണ് കൊണ്ടുപോയി എന്നാണ് ഇവർ പറഞ്ഞത്. അതായത് പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് പോലീസിൻ്റെ ജോലി തടസ്സപ്പെടുത്തുന്നു. ആശുപത്രി അധികൃതരുടെ പെർമിഷൻ ഇല്ലാതെ ഈ ബോഡിയുമായി ഇവർ പുറത്തേക്ക് പോകുന്നു. ഇത് രണ്ടും നോൺ ബെയിലബിളായ, ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. അതായത് ആശുപത്രിക്കകത്ത് കയറി നടത്തുന്ന ഏതൊരു അതിക്രമവും ജാമ്യം കിട്ടാത്ത കുറ്റമാണ്. അവിടെയാണ് ഒരു MLA, നിയമമറിയാവുന്ന വക്കീലായിട്ടുള്ള ഒരു MLAയും ഒരു വക്കീലായിട്ടുള്ള ഒരു DCC പ്രസിഡന്റും ചേർന്ന് ഈ രീതിയിൽ നിയമം കയ്യിലെടുക്കുന്നത്. അപ്പോൾ പോലീസ് എന്ത് ചെയ്യുന്നു? പിറകെ പോകുന്നു. ഇവരോട് പരമാവധി കെഞ്ചുകയാണ്. DYSP അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ കോൺഗ്രസ് നേതാക്കളോട് കെഞ്ചുകയാണ്, ഈ ബോഡി നിങ്ങൾ തിരിച്ചു തരണം, ഞങ്ങളുടെ ജോലിയാണ് ഇത് നിങ്ങൾ തടസ്സപ്പെടുത്തരുത്, ദയവ് ചെയ്ത് എന്ന് പറഞ്ഞ്. സാധാരണഗതിയിൽ പോലീസ് ബലം പ്രയോഗിക്കേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. കാരണം ഈ ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് ഇറക്കുന്ന നിമിഷം തന്നെ പോലീസിന് ബലം പ്രയോഗിക്കാവുന്നതാണ്. പക്ഷേ അവരത് ചെയ്യുന്നില്ല. പകരം ഇവരോട് പരമാവധി പ്ലീഡ് ചെയ്തുകൊണ്ട് ഈ ബോഡി തിരിച്ചു വാങ്ങാനാണ് ശ്രമിക്കുന്നത്. അനുവദിക്കുന്നില്ല. വലിയ തോതിൽ സംഘർഷമുണ്ടായിട്ടാണ് അവസാനം ഈ ബോഡി പോലീസ് തിരിച്ചെടുക്കുന്നത്. അപ്പോഴേക്കും പോലീസ്, DYSP, പോലീസുകാരടക്കമുള്ളവരെ ഈ DCC പ്രസിഡന്റ് പരമാവധി അസഭ്യം പറയുകയാണ്, ശാരീരികമായി കയ്യേറ്റം ചെയ്യുകയാണ്. അതെല്ലാം സഹിച്ചും ക്ഷമിച്ചിട്ടുമാണ് ഈ പോലീസ് ഈ ബോഡി റിക്കവർ ചെയ്ത് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത്. ഹോസ്പിറ്റലിൽ എത്തിച്ച് അത് പോസ്റ്റ്മോർട്ടം നടത്തി പിന്നെ വീട്ടിലേക്ക്, ഈ ഇന്ദിര അമ്മയുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുകയാണ് ബോഡി. എന്തിനാണ് കോൺഗ്രസ് സമരം ചെയ്തതെന്ന് ഏതെങ്കിലും ഒരു നേതാവ് പറയുന്നത് നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞോ? ഇല്ല. കാരണം വന്യമൃഗങ്ങളുടെ ശല്യം എന്ന് പറയുന്നത് മലയോര മേഖലയിലെ എല്ലാ ജനവിഭാഗവും അനുഭവിക്കുന്നതാണ്. അതിന് കോൺഗ്രസ് എന്നോ BJP എന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്നോ ഉള്ള ഒരു ഭേദവുമില്ല. അല്ലെങ്കിൽ ഈ ആനകളെ ഇങ്ങനെ പറഞ്ഞു വിടുന്നത് പിണറായി വിജയൻ പറഞ്ഞിട്ടല്ലല്ലോ ഈ ആനകൾ പോകുന്നത്. എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയാണ്, അതിന് രാഷ്ട്രീയ വ്യത്യാസമില്ല. അപ്പോൾ ഈ വിഷയത്തിനൊരു പരിഹാരം കാണുക എന്നുള്ളതല്ല കോൺഗ്രസിൻ്റെ ലക്ഷ്യം. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുക, എന്തെങ്കിലും കുറച്ച് സീറ്റിന് വേണ്ടി, കുറച്ച് വോട്ടിന് വേണ്ടി ഈ കാണുന്ന കോപ്രായങ്ങൾ, നാടകങ്ങൾ, അത് ഏത് രീതിയിലായാലും, അത് മൃതദേഹത്തെ വെച്ചിട്ടായാലും മറ്റൊരു വിഷയത്തിലാണെങ്കിലും എന്ത് കോമാളിത്തരവും കാണിച്ച് നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർക്കേണ്ടത് കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇവർ കാണിച്ചു കൂട്ടിയിട്ടുള്ള സമര നാടകങ്ങളെക്കുറിച്ചാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ആ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടു. ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോയപ്പോൾ ഇതെല്ലാം മനസ്സിൽ വെച്ചു. 99 സീറ്റ് നൽകിയാണ് LDFിനെ അവർ അധികാരത്തിലേറ്റിയത്. ഇത് UDFും കോൺഗ്രസും, ഈ സമരനാടകങ്ങൾ കാണിക്കുന്ന കോൺഗ്രസും മറക്കരുത് എന്നുള്ളതാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇന്ന് ഈ ഇന്ദിരയുടെ മൃതദേഹം സംസ്കരിക്കുന്ന വേളയിൽ ഈ ഇന്ദിരയുടെ സഹോദരൻ സുരേഷ് പറഞ്ഞൊരു കാര്യം,
കോൺഗ്രസ് മൃതദേഹം വെച്ച് രാഷ്ട്രീയം കളിക്കരുതായിരുന്നു എന്നാണ്. ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനോട് നമുക്ക് താല്പര്യമില്ലാന്ന് നമ്മൾ അപ്പോഴും എപ്പോഴും നമ്മളത് തന്നെ പറഞ്ഞു. ഇന്ദിരയുടെ മൃതദേഹം വെച്ച് കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഇന്ന് ഇന്ദിരയുടെ സഹോദരൻ പറയുന്നത്. കേരളത്തിലെ ജനങ്ങൾക്കും അതുതന്നെയാണ് കോൺഗ്രസിനോട് പറയാനുള്ളത്.